മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരെ SFIO കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. തട്ടിപ്പിൽ വീണയ്ക്ക് പ്രധാന പങ്കെന്ന് കണ്ടെത്തൽ. ശശിധരൻ കർത്തയുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നത്. പ്രവർത്തിക്കാത്ത കൺസൾട്ടിംഗ് സ്ഥാപനത്തിനാണ് CMRL പണം നൽകിയത്. പ്രതിമാസം 3 ലക്ഷം രൂപയ്ക്ക് പുറമെ 5 ലക്ഷം രൂപ കൂടി വീണയ്ക്ക് നൽകി. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, SFIO കുറ്റപത്രത്തിലെ ഉള്ളടക്കം അങ്ങേയറ്റം ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരെയുള്ള ഗുരുതര കണ്ടെത്തലുകൾ എപ്രകാരമൊക്കെയാണ്? രോഹിണി, SFIO കോടതിയിൽ നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിൽ കൃത്യമായി തന്നെ ഈ ഒരു തട്ടിപ്പിന്റെ ഈ ക്രമക്കേടിന്റെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത്, മുഖ്യ ആസൂത്രക എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കണ്ണിയായി പ്രവർത്തിച്ചത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയാണ് എന്ന കാര്യമാണ് ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സേവനങ്ങളൊന്നും നടത്താതെ ദുരൂഹത നിറഞ്ഞ സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാനമായും CMRL കമ്പനിയും വിവാദ കരിമണൽ കമ്പനിയായ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള CMRLും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ എക്സോലോജി കമ്പനിയും തമ്മിൽ നടത്തിയത് എന്ന കാര്യം തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിമാസം 3 ലക്ഷം രൂപയ്ക്ക് പുറമെ 5 ലക്ഷം രൂപ കൂടി വീണയ്ക്ക് കൃത്യമായി തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് ഇവിടെ ഇതിൽ SFIO അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ നിശ്ചിത തുക മാസാമാസം തന്നെ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്ന് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക്, എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം എത്തിയത് 3 ലക്ഷം രൂപയാണ്. അതുകൂടാതെയാണ് വീണയുടെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ വെച്ച് എത്തുകയും ചെയ്തത്. എന്നാൽ ഇതിന് തക്കതായ എന്തെങ്കിലും സേവനങ്ങൾ പകരം നൽകിയതായി കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പ്രവർത്തിക്കാത്ത ഒരു കമ്പനിയുടെ നഷ്ടത്തിലേക്ക് പോയിരുന്ന പ്രതിമാസം 66 ലക്ഷം രൂപയായിരുന്നു വീണ വിജയന്റെ IT സൊല്യൂഷൻസ് കമ്പനിയായ എക്സാലോജിക്കിന്റെ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത്. അതിന്റെ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് അതിന്റെ ബാധ്യത എന്ന് പറയുന്നത്. അങ്ങനെ 66 ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്ന ഈ കമ്പനിയുടെ ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് CMRL കൃത്യമായി മാസാമാസം നൽകിയിരുന്ന, യാതൊരു സേവനവും നൽകാതെ മാസാമാസം നൽകിയിരുന്ന തുകയാണ്. അതാണ് 3 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയും, അങ്ങനെ 8 ലക്ഷം രൂപ വീണയുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട്. വീണ മാത്രമാണ് ഈ കമ്പനിയുടെ ഒരേ ഒരു ഉടമയും നടത്തിപ്പുകാരിയും എല്ലാം തന്നെ എന്ന കാര്യമാണ് കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരുപാട് ജീവനക്കാരും സഹജീവനക്കാരും എല്ലാമുള്ള ഒരു കമ്പനിയല്ല. വീണയുടെ പേരിൽ വീണ തന്നെ തുടങ്ങിയ, വീണയ്ക്ക് മാത്രം പൈസ കിട്ടുന്ന ഒരു കമ്പനിയായി എക്സോലോജിക്ക് മാറിയിരുന്നു എന്ന് മാത്രമല്ല, ആ കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള IT സേവനങ്ങളൊന്നും തന്നെ നൽകുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല, വീണ വിജയനെ IT കൺസൾട്ടന്റ് എന്ന ഒരു പദവിയായിരുന്നു CMRL നൽകിയിരുന്നത്. CMRL ഈ ഒരു പദവി നൽകിയത് തന്നെ വീണ വിജയന് കൃത്യമായി മാസം പണം നൽകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരത്തിൽ മാസപ്പടി കൈമാറുന്നതിന് വേണ്ടിയാണ് എന്ന കാര്യമാണ് ഇവിടെ അന്വേഷണ ഏജൻസി സൂചിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് 2,78 ലക്ഷം രൂപ CMRL നിന്ന് വീണ വിജയന്റെ കമ്പനിക്ക് ലഭിച്ചിരുന്നത്. പൂർണ്ണമായും നഷ്ടത്തിലോടിയിരുന്ന മറ്റ് ഒരു സ്ഥാപനങ്ങളും ബന്ധപ്പെടാതിരുന്ന IT സൊല്യൂഷൻസ് ഇടപാടുകൾക്കൊന്നും തന്നെ ഒരു കമ്പനികളും കാര്യമായി തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത ഒരു സ്ഥാപനത്തിന് വേണ്ടി CMRL എന്തിന് പണം നൽകി എന്നത് തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനമായ ദുരൂഹമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് വീണ ആണ് ഈ കാര്യത്തിലെല്ലാം പ്രധാനപ്പെട്ട പങ്കാളിയായി പ്രവർത്തിച്ചത് എന്ന കാര്യവും വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ SFIO നടത്തുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.